ജപ്തി നടപടിക്ക് സാവകാശം വേണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്കിലെത്തിയ പൊതുപ്രവർത്തകരെ ബാങ്ക് അധികാരികൾ ആക്ഷേപിച്ചുവെന്ന് പരാതി. കോട്ടവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ഇളമ്പൽ ശാഖയിൽ 6 ലക്ഷം രൂപയുടെ ലോണെടുത്ത് നജീബ് എന്നയാളുടെ വീട്ടിൽ ജപ്തി നടപടിയുമായി ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഈ ജപ്തി നടപടിയുടെ കാര്യം സംസാരിക്കാൻ ഇന്ന് രാവിലെ ബാങ്കിലെത്തിയ ജനപ്രതിനിധികളെ ആക്ഷേപിക്കുകയും എന്തു വന്നാലും ജപ്തി നടപടി നടത്തുമെന്ന് ശാഖാ മാനേജർ വാശി പിടിക്കുകയും ചെയ്തുവെന്ന് പറയുന്നു. 10 സെന്റ് സ്ഥലം വെച്ച് ലോൺ എടുത്തതാണ് കേരള ബാങ്കിൽ നിന്ന്. 2.5 ലക്ഷം രൂപ നമ്മൾ അടച്ചിട്ടുണ്ട്. ഇനി 3 വർഷത്തോളം കിടപ്പും നമുക്ക് അടയ്ക്കാനുള്ള കാലാവധി. അതിനിടയ്ക്കാണ് നമ്മുടെ വീട് പല പ്രാവശ്യം വന്ന് നേരത്തെ ഒന്ന് ജപ്തി ചെയ്യുകയും രണ്ടാമത് വീണ്ടും 10-ാം തീയതി ജപ്തി ചെയ്ത് ഇറങ്ങി കൊടുക്കണമെന്ന് വന്ന് പറയുകയും അതിനുശേഷം നമുക്കത് വിൽക്കാൻ തീരുമാനിക്കുകയും പല പ്രാവശ്യമായി പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് 10-ാം തീയതി തന്നെ ഒരുമിച്ച് പൈസ അടയ്ക്കണം, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഒപ്പം തന്നെ അടയ്ക്കണമെന്ന് പറയുകയും അതിന് നമ്മൾ മറ്റുള്ള നമ്മുടെ പല വർഷം റോഡിൽ വെച്ചൊക്കെ നമ്മളെ വരട്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ പാർട്ടി വിജയനെ വിളിച്ച് സംസാരിക്കുകയും വിജയൻ്റെ അടുത്ത് രൂക്ഷമായി സംസാരിക്കുകയും വിജയനം പ്രതികരിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പം ഇവിടെ ഈ ഉപരോധം നടത്തുന്നത്. പിന്നെ ശ്രീപ്പെട്ട റഹീമിൻ്റെ ഒരു ലോണുമായി ബന്ധപ്പെട്ടാണ്. 10 സെന്റാണ്, 1 കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പം ലോൺ എടുത്താൽ അടയ്ക്കണം, അത് മാന്യമായ ഇതാണ്. അതിന് 3 വർഷ കാലാവധിയും ആ കാലാവധിക്ക് വസ്തു വിറ്റടയ്ക്കാം. വിറ്റടച്ച് വാടകയ്ക്ക് പോയാലും കുഴപ്പമില്ല, അടച്ചിട്ടും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നില്ല. ജയ എന്ന് പറയുന്ന അവിടുത്തെ സെക്രട്ടറി ചെന്ന് മാനേജർ അവിടെ ഭീഷണിപ്പെടുത്തി ഇറങ്ങണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത് കുറച്ച് ദിവസം അടയ്ക്കാം, ഞങ്ങളൊക്കെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ അടയ്ക്കാം എന്നൊരു സമയം തരണമെന്ന് ഇവിടെ പറഞ്ഞപ്പോഴാണ് പൊതുപ്രവർത്തകർക്ക് വളരെ മോശമായി അട്ടാസം നടത്തി എല്ലാത്തിനെയും ഇറക്കി വിട്ടുകളയും എന്നല്ല വളരെ ധിക്കാരത്തോടുകൂടി. ഈ മാനേജർക്ക് ഈ ധിക്കാരമല്ല. കേരള ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതു സ്വത്താണ്, പൊതുജനങ്ങളുടെയാണ്. ഒരു മനുഷ്യൻ പോലും ലോണിന് പോലും ഇവിടെ വരാത്ത നിലയിലാണ് ഈ സെക്രട്ടറി ഇടപെടുന്നത്. അതിനപ്പുറമായി ഇതിൻ്റെ ബന്ധപ്പെട്ട ബോർഡ് മെമ്പർമാരെ എല്ലാം വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഇവർക്കെതിരായി ഇവർ ഈ നിലപാട് ഇങ്ങനെ സ്ഥിരമായി എടുക്കുന്നതിനെതിരെ അടിയന്തരമായി ഇവർക്കെതിരായി ജില്ലാ സംസ്ഥാന കേരള ബാങ്കിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പരാതി ഉൾപ്പെടെ കൊടുത്ത് ഇതിനൊരു പരിഹാരം കാണണം. നാസറേഷ് ബാങ്കിൽ ചെന്നാൽ പോലും നല്ല നീതി ന്യായമായാണ് വർത്തമാനം പറയുന്നത്. ഇത്ര ധിക്കാരപരമായി പറയുന്ന ഞങ്ങളുടെയൊന്നും രാഷ്ട്രീയ ജീവിതത്തിൽ ഒരാളെ ഇത് കണ്ടിട്ടില്ല. ശക്തമായ പ്രതിഷേധവുമാണ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഈ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ട് പോവുകയാണ്. ഇതിനെതിരായുള്ള നിയമ നടപടികൾ ഞങ്ങൾ ആരംഭിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പറയുന്നു. ഒടുവിൽ CPM ഇളമ്പൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആളുകൾ ബാങ്കിന് മുന്നിൽ തടിച്ചുകൂടി. ബാങ്ക് മാനേജർ നിരന്തരം ബ്ലേഡ് മാഫിയ പോലെയാണ് പെരുമാറുന്നതെന്നും ഇവർ ആരോപിച്ചു. ഒടുവിൽ കുന്നിക്കോട് പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. കേരള ബാങ്ക് ഹെഡ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരുമായി ബന്ധപ്പെടുകയും ബുധനാഴ്ച ഇവർ ഇളമ്പലെത്തി ചർച്ച നടത്താമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തകരും ജനങ്ങളും പിരിഞ്ഞുപോയി.